2010 ഏഷ്യൻ കബഡി ഗെയിംസിൽ ചാമ്പ്യൻഷിപ്പ് നേടിയത് കവിത സെൽവരാജ് എന്ന പെൺകുട്ടിയാണ്. വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യൻ മഹാരാജ്യം അന്ന് ആ പെൺകുട്ടിയെ കണ്ടത്. എന്നാൽ 2013 27ാമത്തെ വയസ്സിൽ അവൾക്കുണ്ടായ പരിക്കിൽ അവൾ വിരമിക്കേണ്ടി വന്നു. ഇനി ഒരിക്കലും ഒരു കബഡി സാധ്യത അവളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിച്ച സമയത്താണ് പിന്നീട് 2019 അവൾ തിരിച്ചു വരുന്നത് കബഡി മത്സരിക്കുന്ന ഒരാളായിട്ടല്ല, പരിശീലകയായിട്ടാണ് വരുന്നത്. ഇനി മുതൽ കബഡി എന്നൊരു സ്വപ്നം ഇല്ല എന്ന് ചിന്തിച്ചിടത്ത് അവൾ വീണ്ടും തിരിച്ചു വരാൻ കാരണമായി. വീണ്ടും ഒരു മങ്ങലേൽക്കുന്ന ജീവിതം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇനിയും മുന്നോട്ട് വരാൻ പറ്റില്ല എന്നറിയുന്ന സമയത്താണ് AR റഹ്മാൻ ബിഗിൽ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത സിംഗപ്പെണ്ണെ എന്ന പാട്ട് പുറത്തിറങ്ങുന്നത്. ഈ പാട്ട് അവൾക്ക് വീണ്ടും ഒരു പ്രചോദനമായിട്ട് മാറുന്നു. ഓരോ പെൺകുട്ടിയും ജീവിതത്തിൽ ഉയർന്നു വരണമെന്നും ഇനിയും താന്നു പൊക്കിവിടാ എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ട്. സ്ത്രീകൾക്ക് വേണ്ടി അന്ന് വിവേക് എഴുതിയ ആ പാട്ട് AR റഹ്മാൻ കമ്പോസ് ചെയ്യുമ്പോൾ അന്ന് AR റഹ്മാനോട് ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പാട്ട് നിങ്ങൾ ഈ രീതിയിൽ കമ്പോസ് ചെയ്തത്? അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇങ്ങനെയായിരുന്നു, ഈ പാട്ട് എല്ലാ കാലത്തും സ്ത്രീകൾക്കൊരു ആന്തമായിരിക്കണം. വീണു പോകുന്നതെന്ന് ഉറപ്പുള്ള സ്ത്രീകൾക്ക് എഴുന്നേൽക്കുവാനും ധൈര്യത്തോട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിരിക്കണം. അതിനുശേഷം ഈ പാട്ട് കേൾക്കുന്ന കവിത സെൽവരാജ് വീണ്ടും ശക്തിയോടുകൂടി ഉണർന്നു വന്നു. അവൾ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2022 ഹാങ്ചോ ഏഷ്യൻ കബഡി ഗെയിംസിൽ അവൾ വീണ്ടും സ്വർണം നേടി. 2023 ഇന്ത്യ മേജർ ധ്യാൻചന്ദ് അവാർഡ് നൽകി അവളെ ആദരിച്ചു. അന്ന് ആ പെൺകുട്ടി ആ വേദിയിൽ നിന്ന് പറഞ്ഞിങ്ങനെയാണ്, AR റഹ്മാൻ സർ കമ്പോസ് ചെയ്ത സിംഗപ്പെണ്ണ എന്ന പാട്ട് എൻ്റെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിച്ചിട്ടുണ്ട്. ഇനിയും തിരിച്ചു വരില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചിടത്ത് എനിക്ക് തിരിച്ചു വരാൻ ധൈര്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്ത്രീകളെല്ലാവരും ഇനി ഉയർന്നു വരേണ്ടവരാണ്, സിംഗപ്പെണ്ണാകേണ്ടവരാണ്. അങ്ങനെ തളർന്നു പോകാനും വാടിപ്പോകാനും അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരും അല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ തിരുനാൾ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. ഏറ്റവും മോശപ്പെട്ട കാലത്താണ് മറിയം ജീവിച്ചതെന്ന് പറയുന്നതാണ് നല്ലത്. അടുക്കളയിൽ മാത്രമേ സ്ത്രീ ആയിരിക്കാവൂ എന്നും പുറത്തിറങ്ങി അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഉണ്ടാകരുതെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മറിയം ജീവിച്ചത്. പള്ളിയിൽ പോലും പോകാൻ അനുവാദമില്ല. പള്ളിയിൽ പോയാലും അവൾക്ക് നിൽക്കുന്നതൊക്കെ ഏറ്റവും പിന്നിലാണ്. പുരുഷന്മാരൊക്കെ മുമ്പിൽ നിന്നെടുത്ത് സ്ത്രീകൾക്ക് അവരെ അടുത്തു പോയി വരാൻ അവകാശമില്ല. ഇങ്ങനെയേറെ പറയുന്നു, യഹൂദർ എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സ്ത്രീയായോ പട്ടിയായോ നീ എന്നെ ജനിപ്പിക്കാത്തതിൽ നന്ദി എന്ന് പ്രാർത്ഥിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തിൻ്റെ പേരിലും സ്ത്രീകൾ മോശപ്പെട്ടതായും തരംതാഴ്ന്നതായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തവരായും ചിന്തിച്ചിരുന്നിടത്താണ് ഇന്നത്തെ ഗോസ്പൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ കാണുന്നത്. സ്ത്രീകളെ എല്ലായിടത്തും മാറ്റപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഒരു സിംഗപ്പെണ്ണ് രൂപം കൊണ്ടു. കൺവേർഷനായിട്ടുള്ള ഒത്തിരി ചിന്താഗതികളെ അവളാണ് മാറ്റിമറിച്ചത്. പഴയ നിയമം പുതിയ നിയമം വേർതിരിച്ചത് ക്രിസ്തു മാത്രമായിരുന്നില്ല, അവളുടെ ഒരു പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു. 2 സ്ത്രീകൾ, എലിസബത്തും മറിയവും. ഈ 2 സ്ത്രീകളുടെയും ജീവിതത്തിൽ ഇവർ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്ന് കരുതി സ്വർഗം അവരുടെ വയറ്റിൽ വന്ന് പിറക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കൊരു മാറ്റം സംഭവിക്കുന്നത് ഈ സ്ത്രീകളിലൂടെയാണ്. എല്ലാ നിയമങ്ങളും ഒതുങ്ങിക്കൂടുന്നത് ഈ സ്ത്രീകളിലാണ്. പ്രവാചക ശബ്ദം ഏറ്റവും അവസാനമായി ഉയർന്നതും ഈ സ്ത്രീകളുടെ ഉദരത്തിലാണ്. അങ്ങനെ സ്ത്രീകൾ സിംഗപ്പെണ്ണായത് നാം കാണുന്ന സുവിശേഷത്തിലെ മറിയത്തിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിലാണ്. അങ്ങനെ 2 സ്ത്രീകളെ ഇന്ന് സുവിശേഷത്തിൽ ഓർക്കുമ്പോൾ മറിയത്തിൻ്റെ ജീവിതം അങ്ങനെയൊന്നും മങ്ങലേറ്റില്ല. ഉയർന്നുയർന്ന് ഉയരങ്ങളിലേക്ക് ഉയരണമെന്ന ഓർമ്മയിൽ ആ ശരീരത്തെ സ്വർഗത്തിൽ ഉയർത്തിയതിൻ്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഒരു സ്ത്രീകളും അടുക്കളയിൽ ഒതുങ്ങിക്കൂടിക്കൂടാ, ഒരു സ്ത്രീകളും സ്വരമില്ലാതായിക്കൂടാ, ഒരു സ്ത്രീകളും പരിഗണനയില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചൂടാം. തമിഴ്നാട് സർക്കാരിൻ്റെ സിംഗപ്പെണ്ണ എന്നൊരു പദ്ധതിയില്ലേ, എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളും ഈ ഭൂമിയിൽ സിംഗപ്പെണ്ണാകേണ്ടവരാണ്. ഉയർന്നുയർന്ന് ഉയരങ്ങളിലേക്ക് ഉയരേണ്ടവരാണ്. ആരും ഈ ഭൂമിയിൽ താഴാതിരിക്കട്ടെ. മറിയത്തെപ്പോലെ എല്ലാവരും സിംഗപ്പെണ്ണുകളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.